ടിങ്കു, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകുവാനും ആഗ്രഹിക്കുന്നു. പക്ഷെ നീ ഒരു കൊക്കാണ്. നീ നിന്റെ കൂട്ടുകാരോടൊപ്പം പോകേണ്ടതാണ്. അങ്ങനെ നീ നിന്റെ കൂട്ടുകാരോടൊപ്പം ആകാശത്ത് പറക്കുമ്പോൾ നീ വളരെ സുരക്ഷിതനായിരിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ടിങ്കു ടിൻഡിന്റെ നെഞ്ചോട് ചേർന്നു. ടിൻഡിനും ടിങ്കുവിനെ ചേർത്ത് പിടിച്ചു. അടുത്ത പ്രഭാതത്തിലും കൊക്കുകളുടെ ഒരു കൂട്ടം ആകാശത്തുകൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. പോകൂ ടിങ്കു, പോയി നിന്റെ കൂട്ടുകാരോടൊപ്പം നിന്റെ യഥാർത്ഥ ജീവിതം ജീവിക്ക്. ഐ ലവ് യു അച്ഛാ. ഐ ലവ് യു ടു കുഞ്ഞേ. ഇത്രയും പറഞ്ഞ് ടിങ്കു ആകാശത്തേക്ക് പറന്നുയർന്നു. അവൻ വേഗം തന്നെ തിരികെ വന്നാൽ മതിയായിരുന്നു. എന്റെ ആഗ്രഹം നമ്മൾ 3 പേരും എന്നും ഒരുമിച്ചുണ്ടാകണമെന്നാണ്. ആ സമയം ഒരു മനുഷ്യൻ വനത്തിനുള്ളിൽ ചുറ്റിത്തിരിയുകയായിരുന്നു. എവിടെയാണവൻ? അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ. ഈ സമയം ടിങ്കു മറ്റു കൊക്കുകളോടൊപ്പം പറക്കുകയായിരുന്നു. കൂട്ടരെ, നമുക്ക് കുറച്ചു സമയം ആ പാറയുടെ മുകളിലിരുന്ന് വിശ്രമിക്കാം. ശരി മാസ്റ്റർ ജി. അങ്ങനെ കൊക്കുകളെല്ലാം ഒരു പാറയുടെ മുകളിലേക്ക് പറന്നിറങ്ങി. എല്ലാവരും ടിങ്കുവിനെ ആശ്ചര്യത്തോടെ നോക്കി. നീ ആ കുട്ടിയല്ലേ? ആ വേട്ടക്കാരന്റെ മകൻ വളർത്തിയ കുട്ടി? അത് ഞാൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു വേട്ടക്കാരനല്ല, അദ്ദേഹം എന്റെ അച്ഛനാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഇവൻ പറയുന്നത് ആ മനുഷ്യൻ ഇവന്റെ അച്ഛനാണത്രേ. അയാൾക്കൊരിക്കലും നിന്റെ അച്ഛനാകുവാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് അയാൾ നിന്നെ പോറ്റി വളർത്തിയത് തന്നെ നീ വലുതാകുമ്പോൾ അയാൾക്ക് നിന്നെ ആഹാരമാക്കാൻ വേണ്ടിയാണെന്നാണ്. അദ്ദേഹം എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം തീർച്ചയായും എന്നെ അയക്കില്ലായിരുന്നു. ആ സമയം വനത്തിൽ പുതിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ഒരു വേട്ടക്കാരൻ കൂടി വന്നിരിക്കുന്നു. ഒരു വേട്ടക്കാരൻ കൂടി വന്നിരിക്കുന്നു. എന്ത്? ഒരു വേട്ടക്കാരൻ കൂടിയോ? കുറച്ചു സമയത്തിനകം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരു സ്ഥലത്തൊത്തുകൂടി. അവർ പമ്മി പമ്മി ഒരു മനുഷ്യന്റെ പിറകെ പോകാൻ തുടങ്ങി. ആ സമയം ടിൻഡിൻ റാബിറ്റുമായി തന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും ആ വ്യക്തി അവരുടെ മുന്നിലെത്തി. ടിൻഡിൻ, നിങ്ങൾ ആരാണ്? ടിൻഡിൻ, എന്റെ മോനെ, ഞാൻ നിന്റെ അച്ഛനാണ്. നിന്റെ അച്ഛൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ടിൻഡിനെ കെട്ടിപ്പിടിക്കുന്നു. ബാക്കി മൃഗങ്ങളെല്ലാം മിണ്ടാതെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷക്കാലമായി ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നീ ഇന്ന് എന്റെ മുന്നിൽ വന്നു. ദൈവത്തിന് നന്ദി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കരയാൻ തുടങ്ങി. അച്ഛാ, ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തിയില്ലേ? ഇനി നിങ്ങൾ കരയാതിരിക്കെ. നീ എന്റെ കൂടെ വരൂ മകനെ. ഇനി ഞാൻ നിന്നെ ഈ കാട്ടിലെ ജീവിതം നയിക്കുവാൻ അനുവദിക്കുകയില്ല. അപ്പോൾ റാബിറ്റ് ടിൻഡിനോട് ചോദിച്ചു, ടിൻഡിൻ, നീ എന്നെയും ടിങ്കുവിനെയും ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോവുകയാണോ? അച്ഛാ, ടിങ്കു എന്നെ അവന്റെ അച്ഛനായിട്ടാ കരുതുന്നത്. പിന്നെ ഈ റാബിറ്റും എന്റെ ഉറ്റ സുഹൃത്താണ്. നിങ്ങൾ ഇവർ രണ്ടുപേരെയും കൂടെ എന്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വരുന്നതാണ്. ആ സമയം ഒരു കൊക്ക് അവിടേക്ക് പറന്നിറങ്ങി. ടിൻഡിൻ, നിനക്കൊരു സന്ദേശമുണ്ട്. എന്ത് സന്ദേശമാ ഉള്ളത്? ടിങ്കു അവന്റെ കൂട്ടുകാരോടൊപ്പം വളരെ സന്തോഷവാനാണ്. ഇപ്പൊ അവന് നിന്റെ ഒപ്പം താമസിക്കുവാൻ ആഗ്രഹമില്ല. ഇത് കേട്ട് ടിൻഡിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ എങ്ങനെ ഇത് പറയുവാനാകും? നീ ഞങ്ങളെ ഇപ്പോൾ തന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. സാരമില്ല റാബിറ്റ്, ഇപ്പോൾ ടിങ്കു സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ എന്നെ പറ്റി ഓർക്കുമോ എന്ന് കരുതി ഒരു വിഷമവും ഇല്ല. നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാവുന്നതാണ്. ഇല്ല, ഞാനിത് ടിങ്കുവിനോട് ചോദിച്ചിട്ടേ ഉള്ളു കാര്യം. ടിൻഡിൻ, നീയും പോകരുത്. ഇവിടെ തന്നെ നിൽക്ക്. ടിൻഡിൻ മോനെ, നീ എന്റെ കൂടെ വരൂ. എനിക്ക് നിന്നെ ഇനി ഇവിടെ വിട്ടിട്ട് പോകുവാൻ കഴിയില്ല. സോറി റാബിറ്റ്, എനിക്ക് എന്റെ അച്ഛന്റെ വാക്കുകളെ കണ്ടില്ലെന്ന് നടിക്കുവാനാകില്ല. എനിക്ക് ഇവിടെ നിന്നും പോകണം. ടിങ്കുവിനോട് എന്റെ ഗുഡ് ബൈ തീർച്ചയായും പറയണം. ഇത് കേട്ടുകൊണ്ട് റാബിറ്റ് മാളത്തിലേക്ക് ഓടി. എന്നിട്ട് കരയുവാൻ തുടങ്ങി. ടിൻഡിനും തന്റെ പിതാവിന്റെ ഒപ്പം കാടുപേക്ഷിച്ച് യാത്രയായി. ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും ഇത് നോക്കി നിന്നു. കുറച്ചു സമയത്തിന് ശേഷം ടിൻഡിൻ തന്റെ അച്ഛനോടൊപ്പം ഒരു വീട്ടിലെത്തി. അവിടെ മുഴുവൻ ഒഴിഞ്ഞ കൂടുകളായിരുന്നു. അച്ഛാ, ഇത്രയും അധികം കൂടുകൾ എന്തിനാ നമ്മുടെ വീട്ടിൽ? കാരണം ഇതാണ് എന്റെ ജോലി. ഞാനൊരു വേട്ടക്കാരനാ. നിങ്ങളൊരു വേട്ടക്കാരനാണോ? അപ്പോൾ അതുകൊണ്ടായിരിക്കും കാട്ടിലെ മൃഗങ്ങൾ ഞാനും ഒരു വേട്ടക്കാരനാണെന്ന് കരുതിയത്. പക്ഷേ
അവരൊരിക്കലും എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. മണ്ടത്തരം പറയാതെ ടിൻഡിൻ. ഞാൻ കാട്ടിൽ എങ്ങനെ അകപ്പെട്ടതെന്ന് പറഞ്ഞു തരുമോ അച്ഛാ? എനിക്കൊരു വലിയ ഓർഡർ ലഭിച്ചിരുന്നു. 50 തരത്തിലുള്ള പക്ഷിമൃഗാദികളെ പിടിച്ച് ഒരു മൃഗശാലയിലേക്ക് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ഓർഡർ പൂർത്തിയാക്കുവാൻ എനിക്ക് നിറയെ സമയം വേണ്ടി വന്നു. എല്ലാ മൃഗങ്ങളെയും ജീവനോടെ പിടികൂടണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ നിന്നെ ബോധരഹിതനാക്കി പുഴയിലൂടെ കാട്ടിലേക്ക് ഒഴുക്കിവിട്ടത്. അങ്ങനെ നീ കാട്ടിലെ മൃഗങ്ങളുമായി നന്നായി ഇടപഴകി ജീവിക്കും, അവരുടെ വിശ്വാസവും നേടും. പിന്നെ ഞാൻ നിന്നെ കൂട്ടാൻ വരുന്ന ദിവസം മുതൽ എല്ലാ ആഴ്ചയിലും നീ കാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോ 3 മൃഗങ്ങളെ കൂടി നിന്റെ കൂടെ ഇവിടേക്ക് കൊണ്ടുവരും. അങ്ങനെ 50 ഇനം മൃഗങ്ങളെ ലഭിക്കും. ഇത് കേട്ട് ടിൻഡിൻ ഞെട്ടിപ്പോയി. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജോലി നടക്കുവാനായി എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നല്ലേ? ഒരുപക്ഷെ കാട്ടുമൃഗങ്ങൾ എന്നെ അപകടപ്പെടുത്തിയിരുന്നുവെങ്കിലോ? മോനെ, വേറെ വഴിയില്ലായിരുന്നു. ഇനി നിനക്കും വേറെ വഴിയില്ല. അതുകൊണ്ട് നീ എന്നെ എന്റെ ജോലിയിൽ സഹായിക്കണം. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അച്ഛാ. എന്നാൽ ശരി, നീ അങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്നതുവരെ ഈ കൂട്ടിക്കിടന്നു. ഇതും പറഞ്ഞ് അയാൾ ടിൻഡിനെ ഒരു കൂട്ടിലാക്കി. എന്നിട്ട് പൂട്ടിയിട്ടു. അപ്പോഴേക്കും ഇവിടെ റാബിറ്റ് ടിങ്കുവിന്റെ അടുത്തെത്തിയിരുന്നു. ടിങ്കു, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് ടിൻഡിനെ കാണാൻ ആഗ്രഹമില്ലേ? നീ ടിൻഡിനെ പാടെ മറക്കുവാൻ മാത്രം എന്തു കുതന്ത്രമായി ഈ കൊക്കുകൾ നിന്നിൽ പ്രയോഗിച്ചത്? അങ്ങനെയൊന്നുമില്ല റാബിറ്റ്. അപ്പോ ആ സന്ദേശം? ഇത് ഞങ്ങളുടെ നേതാവാണ്. ഇദ്ദേഹം ടിൻഡിനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ. അതൊക്കെ അദ്ദേഹത്തിന്റെ നാടകമാണെന്നും. അതുകൊണ്ട് നേതാവ് പറയുന്നത് ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ തെറ്റായ സന്ദേശം അയച്ചത്. പക്ഷേ ടിൻഡിൻ ഇവിടെ വരാതെ അത് ശരിയാണെന്ന് തെളിയിച്ചു. ടിൻഡിൻ നിന്നെ കാണാതെ വിഷമിക്കുകയായിരുന്നു. അവനെ കൊണ്ടുപോകുവാനായി അവന്റെ അച്ഛനും വന്നു. അവന് കാട് വിട്ടുപോകുവാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അപ്പോഴാ നിന്റെ സന്ദേശം വന്നത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ വിഷമത്തോടെ തന്റെ പിതാവിന്റെ ഒപ്പം ഈ കാട് വിട്ടുപോയി. ഇതെന്താണ് സംഭവിച്ചത്? ഇത് കേട്ട് ടിങ്കുവിന് വിഷമമായി. മാസ്റ്റർ ജി, എനിക്ക് എന്റെ അച്ഛനെ കാണണം ഇപ്പോൾ. ശരി ശരി, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ആനയെയും കാണ്ടാമൃഗത്തെയും കൂട്ടണം. ശരിയാണ്, നമുക്ക് അവരെയും കൂടെ കൊണ്ടുപോകാം. കൊക്കിൻ കൂട്ടവും റാബിറ്റും ടിങ്കുവും അവരുടെ ഒപ്പം ആനയും കാണ്ടാമൃഗവും അവരുടെ സഹായത്തിനായി കാട്ടിൽ നിന്നും പുറപ്പെട്ടു. കുറച്ചു സമയം കൊണ്ട് തന്നെ അവർ ആ വേട്ടക്കാരന്റെ വീട്ടിലെത്തി. ടിൻഡിനെ കൂട്ടിൽ അടച്ചിരിക്കുന്നതായി അവർ കണ്ടെത്തി. ടിങ്കു, അച്ഛാ, നിങ്ങൾ ഈ കൂട്ടിനകത്ത് എന്ത് ചെയ്യുകയാണ്? എന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനല്ല. എന്നെ ഉപയോഗിച്ച് നിങ്ങൾ മൃഗങ്ങളെല്ലാം പിടികൂടുവാനായിരുന്നു അയാളുടെ ഉദ്ദേശം. നീ പേടിക്കണ്ട ടിൻഡിൻ, ഞങ്ങൾ ഇപ്പോൾ തന്നെ നിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താം. പെട്ടെന്ന് തന്നെ ആ ആന സർവ്വശക്തിയും എടുത്ത് തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ പൂട്ട് വലിച്ചെടുത്തു. പൂട്ട് മുഴുവനും ഊരിപ്പോന്നു. യെസ്! ടിൻഡിൻ വേഗം ഗേറ്റ് തുറന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൂടിന് പുറത്തേക്ക് വന്നു. അച്ഛാ! ടിൻഡിൻ ടിങ്കുവിനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീരൊഴുകി. അല്ല, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത്രയധികം മൃഗങ്ങളോ? എന്റെ തോക്കവിടെ? അയാൾ അവിടെ മുഴുവൻ തന്റെ തോക്ക് തിരയുവാൻ തുടങ്ങി. വരൂ, എന്നാൽ നിങ്ങൾക്കിനി കുറച്ച് സഹായം ചെയ്യാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊക്കുകൾ അയാളെ വട്ടമിടാൻ തുടങ്ങി. അവർ അയാളുടെ തലയിൽ റാഞ്ചി. നഖങ്ങൾ കൊണ്ട് അയാളുടെ കൈകൾക്ക് ഗുരുതരമായി പരിക്കുകൾ ഏൽപ്പിച്ചു. അതും കൂടാതെ കാണ്ടാമൃഗം ഓടി വന്ന് അയാളെ ഒരൊറ്റ ഇടി. അയാൾ തെറിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് വീണു. നീ വേഗം എന്റെ പുറത്തേക്ക് കയറൂ ടിൻഡിൻ. ആന ടിൻഡിനെ തന്റെ പുറത്ത് കയറ്റിയ ശേഷം എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കാട്ടിലേക്ക് യാത്രയായി. കാട്ടിലെത്തിയപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ടിൻഡിനെ സ്വാഗതം ചെയ്തു. ഇപ്പോൾ ടിൻഡിന് വളരെയധികം സന്തോഷമായി. റാബിറ്റും ടിൻഡിനെയും ടിങ്കുവിനെയും വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ദുഃഖത്തിന്റെ നിഴൽ എന്നേക്കുമായി അവിടെ നിന്ന് മാഞ്ഞു.